പഴം സാലഡിനല്ല, മുന്തിരിയും. ഹലോ ഗായ്സ്, അപ്പോൾ ബബിൾ വാസിൻ്റെ പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടുന്ന ആർക്കാ വെച്ചാൽ ഈ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ. അതായത് സാലഡ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ സാലഡ് മീൻസ് ഇത് ആർക്കാന്ന് വെച്ചാൽ നമുക്ക് അധികം കലോറി, അതായത് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് കലോറി അധികം ഇൻടേക്ക് ചെയ്യാൻ പാടില്ല ഒരു ദിവസം. അപ്പോൾ കലോറി കുറച്ച് നല്ല നല്ല ന്യൂട്രീഷൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഞാൻ ഈ പറഞ്ഞ സാലഡ് ഇവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഉച്ചക്ക് ചോറ് കഴിച്ചാൽ ഭയങ്കര കലോറിയാണ്, ക്യാപ്സ് കൂടുതലാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ സാലഡാണ് കഴിക്കല്. അപ്പോൾ സാലഡിൻ്റെ ഇത് റെസിപ്പീസ് കാണിച്ചു തരാം. ഡെയിലി എന്താ പറയുക, ഡെയിലി വെജിറ്റബിൾസും കുറച്ച് ഫ്രൂട്ട്സും പിക്ക് ചെയ്ത് കണ്ടാണ് ഉണ്ടാക്കല്. അല്ലാണ്ട് ബൾക്കായിട്ട് റൂമിൽ കൊണ്ടുവന്ന് വെക്കലില്ല. കാരണം ഈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ, ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ പറഞ്ഞാൽ ലൈഫ് അധികം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പച്ചക്കറി കടയിൽ പോയിട്ട് സാധനം മേടിക്കാം. ഓക്കെ, കം. നമ്മൾ പച്ചക്കറി കടയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം സാധനങ്ങൾ. കക്കരി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ടൊമാറ്റോ, ഇത് സാലഡിനാട്ടോ. ടൊമാറ്റോ, പഴം സാലഡിനല്ല. പിന്നെ മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ എടുക്കുക, ഉറുമാമ്പഴം. പിന്നെന്തോ എടുത്തല്ലോ, ബീട്രൂട്ട് എടുക്കാം. പിന്നെ ക്യാരറ്റ്. ഓക്കെ, ഇതൊക്കെ ഇട്ട് പോയിട്ട് കാണിച്ചു തരാം. കട്ട് ചെയ്യണം. ആയിത്തണ്ണ വേറെ മേടിച്ചിട്ടുണ്ട്. പാലും സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പാൽ നമുക്ക് ഷെയ്ക്ക് അടിക്കാനാട്ടോ. ഭയങ്കര സൗണ്ടാണ്. എല്ലാവരും കോളേജിൽ പോകേണ്ട തിരക്കിലാണ്. അപ്പോൾ അതാണ് ഇവിടെ ഭയങ്കര ആളും ബഹളൊക്കെ. പിന്നെ പുറത്തേക്ക് ഞാൻ ഇതെടുത്തിട്ടില്ല, നമ്മളെ മൈക്ക് എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, എന്തൊക്കെ നമ്മൾ മേടിച്ച് നിങ്ങൾ കണ്ടില്ലേ. തക്കാളി കട്ട് ചെയ്യോ, ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ പപ്പായ സംഭവങ്ങളൊക്കെ. പിന്നെ മുന്തിരി നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ ഇട്ടാൽ മതി. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പപ്പായയാണ് എടുത്തിട്ടുള്ളത്. പപ്പായ ഇത് മൊത്തം നമ്മൾ കട്ട് ചെയ്യും. പക്ഷെ ഇത് മൊത്തം ഇടൂല കേട്ടോ. ഇത് നമ്മൾ 2-3 ദിവസം ഉപയോഗിക്കും, ഇത് കഴിയുന്നവരെ. ഓക്കെ, തൊലി മൊത്തം ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ മറ്റേ കുറേ മണി സാധനങ്ങളുണ്ടാവും, അത് കളയണം. ഓക്കെ, ചലവും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മളിത് ചെറിയ കഷ്ണങ്ങളാക്കുക. അപ്പോൾ പപ്പായ മൊത്തം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്തത് നമ്മൾ കക്കരിയാണ്, കുക്കുംബറാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നമ്മൾ ആദ്യം സൈഡ് മാത്രം കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കക്കരിക്ക നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, മീൻസ് കുക്കുംബർ. അപ്പോൾ ഇതും ആ ബൗളിൽ തന്നെ ഇടുക. ഓക്കെ, അടുത്തതായി നമ്മൾ ക്യാരറ്റാണ് എടുക്കാൻ പോകുന്നത്. നല്ല പോലെ ക്ലീൻ ചെയ്ത ക്യാരറ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാരറ്റും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട്. പക്ഷേ ബീട്രൂട്ട് നമ്മൾ ആദ്യം തൊലി ചെത്താണ്ട് ബീട്രൂട്ട് കഴുകി ഇതാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബീട്രൂട്ട്, മുന്തിരിയാണ് നമ്മൾ ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ മുന്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മുന്തിരിയും കട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ എന്താ പറയുക, ഉറുമാമ്പഴം. ഇത് നമ്മൾ പകുതി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മൾ ബൗളിലേക്ക് ഇടുക. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി ഉച്ചക്ക് കേടിടും, എന്നിട്ടാണ് കഴിച്ചാൽ സംഭവം ഉഷാറാണ്. ഇതിൽ കലോറി ഉണ്ടാവില്ല, കലോറി കുറവാണ്.
പിന്നെ നമ്മളെ വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് നല്ലതാ. അപ്പൊ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലും സിമ്പിൾ റെസിപ്പീസ് ഉണ്ടെങ്കിൽ എനിക്ക് ആരെങ്കിലുമൊക്കെ പറയാം, അല്ലെങ്കിൽ കമന്റിൽ ഇടുക. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ഇതൊരു ഉപകാരമായിക്കാരം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. ബബ്ലു ബാസ്.